കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. മീഖായേൽ എഴുന്നേൽക്കും എന്ന് നമ്മൾ ദാനിയേൽ പ്രവചനം 12 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ദാനിയേൽ 12:1 ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് വെച്ചാൽ, ദാനിയേൽ പ്രവചനം 11 അധ്യായം 44-ാമത്തെ വാക്യം. എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. ഈ പറഞ്ഞിരിക്കുന്നത് വടക്കത്തെ രാജാവ് എന്ന ഒരു ശക്തിയെക്കുറിച്ചാണ്. ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിൽ ഈ വടക്കത്തെ രാജാവിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നുണ്ട്. ആ വടക്കത്തെ രാജാവ് കോപിക്കുന്നതായ ഒരു സമയം വരും. എന്താണ് കോപിക്കുന്നത്? കിഴക്ക് നിന്നും വടക്ക് നിന്നുള്ളതായ വർത്തമാനങ്ങൾ നിമിത്തം, ടൈഡിങ്സ് ഫ്രം ഈസ്റ്റ് ആൻഡ് നോർത്ത്. എന്നിട്ട് പലരെയും നശിപ്പിക്കാൻ ക്രോധത്തോടെ പുറപ്പെടുന്നു. എന്നാൽ ദൈവമക്കൾക്ക് വിടുതൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ വടക്കത്തെ രാജാവിനെ ദാനിയേൽ പ്രവചനം 7-8 അധ്യായങ്ങളിൽ ചെറിയ കൊമ്പ് എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം എന്നും, വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ ഒരു മഹാവേശ്യ എന്നും പരിചയപ്പെടുത്തിയിരിക്കുന്നു. 2 തെസ്സലോനിക്കർ 2 അധ്യായത്തിൽ ഇതേ ശക്തിയെ അധർമ്മമൂർത്തി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ വടക്കത്തെ രാജാവിനെ കോപിപ്പിക്കുന്നതായ വർത്തമാനം? ഇത് വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ കാണുന്ന 3 ദൂതന്മാരുടെ ദൂതുകളാണ്. ആ ദൂതിങ്ങനെ തുടങ്ങുന്നു: ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, സൃഷ്ടാവിനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ വായിക്കാം. ദാനിയേൽ 12:1 ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. അപ്പോൾ ദൈവജനത്തിന് വിടുതൽ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ആ വിടുതൽ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് 2-3 വ്യവസ്ഥകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 91:14 അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. 15-ാം വാക്യം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അപ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുക, ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ വെളിപ്പാട് പുസ്തകം 7 അധ്യായം 13-14 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. വെളിപ്പാട് 7:14 യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. എന്താണ്? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? ജീവപുസ്തകത്തിൽ പേരുണ്ടായിരിക്കുക. രണ്ടാമത്തത് അങ്കി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെണ്മ ഉള്ളതാക്കി തീർക്കുക. മൂന്നാമത്തത് നമ്മുടെ സ്നേഹം ദൈവത്തിൻ്റെ നാമത്തിൽ ആയിരിക്കണം, ദൈവത്തോട് പറ്റി ഇരിക്കണം. അപ്പോൾ ആ വലിയ കഷ്ടകാലത്ത്, ഗ്രേറ്റ് ട്രിബുലേഷൻ, ആ സമയത്ത് നമുക്ക് വിടുതൽ ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വരാനുള്ളതായ ആ വലിയ കഷ്ടകാലത്ത് ഞങ്ങൾ സുരക്ഷിതരായിരിക്കേണ്ടതിന് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ലോകത്തിൻ്റെ വഞ്ചനകളിൽ അകപ്പെടാതിരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അധർമ്മകാലത്ത്, അധർമ്മമൂർത്തിയുടെ വഞ്ചനയിൽ അകപ്പെടാതിരിപ്പാൻ തക്കവണ്ണം, അനർത്ഥകാലത്ത് ഞങ്ങൾ വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം
ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.